ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അജില എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അജില. 25 വയസ്സ് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി മാഡം. എൻ്റെ ഭർത്താവ് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കല്യാണം ആലോചിച്ച് വരികയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മായിയമ്മമാരുള്ള വീട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് വഴക്കും വക്കാണൊക്കെയല്ലേ. എനിക്ക് വയ്യ, കല്യാണം വേണ്ടാന്ന് വെച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ അമ്മായിമ്മ എന്നോട് വന്ന് വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ചു. മോളെ, ഞാനും മോനും മാത്രമുള്ള വീട്ടിൽ ആകെ എനിക്ക് വേറെ ഉള്ളത് ഒരു മോളാണ്. അവളാണെങ്കിൽ ആണ്ടിൽ പോലും ഇങ്ങോട്ട് വരില്ല. അവളങ്ങ് ദുബായിലല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത്തിരി കത്തിയാണോ ആ സ്ത്രീയെന്ന് എനിക്കാദ്യം തോന്നി. പിന്നീട് മനസ്സിലായി അങ്ങനെയൊക്കെ തുറന്നങ്ങ് സംസാരിക്കുന്നതാണ്, എന്തും അങ്ങ് പറയും, ആ ടൈപ്പാണ്. അങ്ങനെയാണ് കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നീട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത് ഹസ്ബൻഡിനെ അല്ല, അമ്മായിമ്മയാണ്. അമ്മായിമ്മ സൂപ്പറാണ്. കാര്യം എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ഭർത്താവാണെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തും. അവിടെ സാരി ഇത്തിരി ഒന്ന് മാറിയ കുറ്റം, ബ്ലൗസ് ഇത്തിരി താഴ്ന്നിരുന്ന കുറ്റം, അവിടെ മുഴച്ചിരുന്ന കുറ്റം, അവിടെ താഴ്ന്നിരുന്ന കുറ്റം, എന്തെല്ലാം കുറ്റങ്ങളാണ്. പക്ഷേ അമ്മായിമ്മ അങ്ങനെയൊന്നുമല്ല. നീ അവൻ പറഞ്ഞത് കേൾക്കണ്ട, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നല്ല അടിച്ചു പൊളിച്ച് നടക്കടി. എൻ്റെ ഭർത്താവും ഇവൻ്റെ വേറെ രൂപമായിരുന്നു, പല നിയന്ത്രണങ്ങളുമായിരുന്നു. എന്തായാലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പോയി കഴിഞ്ഞതിൽ പിന്നാണ് സാന്ദ്ര എന്ന് പറഞ്ഞത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത്. പിന്നീട് എൻ്റെ മകനുമായിട്ട് എനിക്കത്ര വലിയ അടുപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അത് ശരിയാണ്. കാര്യം അമ്മയും മകനും തമ്മിൽ അധികമൊന്നും സംസാരിക്കാറില്ല. അമ്മ ഒരു വഴിക്ക്, മകനൊരു വഴിക്ക്. പക്ഷേ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അമ്മ മുന്നിട്ടിറങ്ങും. അതിൽ മകന് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, അമ്മയുടെ കാര്യങ്ങളൊന്നും കണ്ട് നീ പഠിക്കരുതെന്ന്. അതിന് അമ്മയുടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ചൂടായി. എന്തെങ്കിലും പറയുമ്പോഴേക്കും നീ ആദ്യമേ തറുതല പറയാൻ തുടങ്ങിയോ? അമ്മ നീ വിചാരിക്കുന്ന ആളല്ല, ഭയങ്കര കേമിയ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് കേമത്തരം അമ്മ കാണിച്ചത്? ഭർത്താവ് മരിച്ച ശേഷം നിങ്ങളെയും നിങ്ങളുടെ ചേച്ചിയും നന്നായി വളർത്തിയതാണോ എന്നൊക്കെ ചോദിച്ചു. അതോടുകൂടി ഭർത്താവ് പറഞ്ഞു, ഞാനും അമ്മായിമ്മയും ഒറ്റക്കെട്ടാണെന്ന്. എങ്കിലും അതൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു മാഡം. എൻ്റെ ഭർത്താവിന് ഇത്തിരി മുൻകോപമൊക്കെ ഉണ്ട്. അമ്മയോട് ഇത്തിരി വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ മുൻകാലങ്ങളിൽ അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായി കാണും. ഞാൻ പക്ഷേ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്നും ചെയ്യാൻ പോയില്ല. പിന്നീട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനും ഭർത്താവും തമ്മിൽ നല്ലൊരു വൈബായത്. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാം നന്നായിട്ട് ആസ്വദിക്കാനായി. ശരിക്കും ദാമ്പത്യ സൗഖ്യം ഞാൻ അനുഭവിച്ചു തുടങ്ങിയ നാളായിരുന്നു അത്. ആ സമയത്താണ് ഭർത്താവിനോട് എനിക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം തുടങ്ങിയത്. ആ സമയത്തും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുമായിരുന്നു. ഞാനും തിരിച്ച് നല്ലത് പറയും. എനിക്കും സാന്ദ്രം കൂടുതൽ തോന്നി. അതുവരെ നമ്മൾ ഇത്തിരി പേടിച്ച് നിൽക്കുമല്ലോ മാഡം. ഭർത്താക്കന്മാരെ ഒന്ന് മനസ്സിലാക്കുന്നവരെ. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരായിരിക്കുമല്ലോ ഭരണം എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ കാര്യം. എൻ്റെ ചില വാചകങ്ങളും തർക്കുത്തരങ്ങളൊക്കെ ഭർത്താവിനോടുള്ളത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ അഭിനന്ദിച്ചു. നീ ഒരു മിടുക്കിയാണടി, ശരിക്കും അവനെ വരച്ച വരയിൽ നിർത്താൻ നിനക്ക് പറ്റും. ഈയിടെയായിട്ടല്ല 3-4 വർഷമായിട്ട് അവന് ഇത്തിരി ഇളക്കം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ് കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ അവിടെയും ഇവിടെയും തൊടാതെ ഓരോന്നൊക്കെ സംസാരിച്ചു മാഡം. എന്തായാലും ഒരു ദിവസം ഭർത്താവിൻ്റെ ഒരു പഴയ അലമാരയുണ്ട്, തുറക്കാതെ കിടക്കുകയാണ്. അതിൻ്റെ താക്കോല് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനതെടുത്ത് ഒന്ന് നോക്കി. എല്ലാം ഒന്ന് അടക്കി പറക്കാമെന്ന് വിചാരിച്ചു. ഭർത്താവിൻ്റെ പഴയ കുറേ ഡ്രസ്സും മറ്റു ഡോക്യുമെൻസും ഒക്കെയാണ് അതിലുള്ളത്. പക്ഷേ അതിനകത്ത് ചെറിയൊരു കവറിനകത്ത് ഭദ്രമായി മടക്കിയ എന്തോ കണ്ടു ഞാൻ മാഡം. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിയുടുപ്പുകളും മേലുടുപ്പുകളും ഒക്കെയാണ്. ഇതാരുടേതാണ്? ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് പ്രായമായ ആരോ ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അമ്മയുടേതാകും. അമ്മ എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചത്? ഇതിപ്പോൾ ഇതിനകത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് പുറത്തെടുത്തോണ്ട് വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ, അലമാര വൃത്തിയാക്കിയപ്പോൾ അതിനകത്തിരുന്നാണ്. ഇത് അമ്മയുടേതാണോ? അമ്മ സാധാരണ ഇങ്ങനെയുള്ളതല്ലേ ഉപയോഗിക്കുന്നത്, ഇത് പഴയതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി പെണ്ണേ, ഇത് എവിടെ ഇരിക്കുമായിരുന്നു? എത്ര നാളായി ഇത് കാണുന്നില്ല. എൻ്റെ കുറേ സാധനങ്ങൾ ഇതുപോലെ കാണാതായിട്ടുണ്ട്. അതൊക്കെയാണല്ലോ ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുടെ മകൻ്റെ അലമാരിലിരിക്കുമായിരുന്നെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയൊന്ന് ഞെട്ടുന്നത് ഞാൻ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും
ഞാനും വല്ലാതൊരു സംശയത്തിലായി. എന്താമ്മേ, അമ്മയൊന്ന് ഞെട്ടിയതുപോലെ. അല്ലല്ല, ഇത് പുറത്തിട്ടിരുന്നപ്പോൾ ആരോ എടുത്തുകൊണ്ട് പോയതുപോലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പം അവൻ്റെ അലമാരിൽ നിന്ന് കിട്ടിയോ? ചിലപ്പോൾ ഞാൻ അറിയാതെ അവിടെ കൊണ്ടുപോയി മറന്നു വെച്ചതായിരിക്കാം. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കവറിനകത്താക്കി വെക്കുന്നൊരു ശീലം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് ഒട്ടും ബോധിച്ചില്ല. എന്തോ ഒരു വശപ്പശകട് തോന്നി. പിന്നീട് ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവും അമ്മയുടെ കൂടെ കാണുന്നൊക്കെ പറയുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പിടിവലികളൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവ് ഇതെടുത്ത് ഒളിപ്പിച്ച് വെച്ചാണോ? സ്വന്തം അമ്മയോട് പോലും താല്പര്യം തോന്നുന്ന ഒരാളാണോ? അതാണോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതി മാഡം. എനിക്കത് വല്ലാത്ത ഷോക്കായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ അമ്മയോട് ഞാൻ തുറന്നു ചോദിച്ചില്ല. എൻ്റെ ഭർത്താവിനോട് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലോ. എങ്ങനെയാണ് അങ്ങയുടെ പഴയ അലമാരിക്കകത്ത് ഇത് വന്നത് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് വല്ലാതെ തുടിച്ചു. രാത്രി വന്നിട്ട് എൻ്റെ അടുത്ത് കൊഞ്ചാനും കുഴയാനും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഇന്ന് ഞാൻ അലമാരയൊക്കെ അടുക്കി പറക്കി. നല്ല കാര്യമാണ്. എന്തെങ്കിലും വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ കാലങ്ങൾ കിട്ടി അമ്മയുടെ കാണാതായി പോയ കാര്യങ്ങളാണെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? നിങ്ങളുടെ അലമാരിയിൽ എങ്ങനെ അത് വന്നു? അമ്മ പറഞ്ഞത് അമ്മ കൊണ്ടുവച്ചു എന്നൊക്കെയാണ്. പക്ഷേ കാണാതെ പോയെന്ന് അതിനിടയ്ക്ക് പറയുകയും ചെയ്തു. അമ്മയുടെ മുഖത്തെ ഷോക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് അമ്മയല്ലേ വെച്ചെന്ന്. സത്യം പറ, ഇതാരാ വെച്ചത്? ഇത്രയും വൃത്തികെട്ട കാര്യം ആര് ചെയ്യും? നിങ്ങളല്ലേ? നിങ്ങളുടെ അലമാരയല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പെട്ടെന്ന് വല്ലാതായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടി അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇങ്ങനെ പകുതി വെച്ച് നിർത്തണ്ട. എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്താ അവിടെ നടക്കുന്നത്? നിങ്ങൾ അമ്മയും മകനും തമ്മിൽ എന്തൊരു അന്തർധാരയുണ്ട് എന്നോട് പറയണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും വായിക്കൂ, ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭർത്താവ് എന്നെ നല്ല വേദനിക്കുന്ന പോലെ ഒന്ന് ഇടിക്കുകയും ചെയ്തു. എടി, നീ എന്ത് തോന്നിയാസാ പറഞ്ഞത്? ഇങ്ങനെയാണോ നീ പറയേണ്ടത്? ഞാൻ ചോദിച്ചു, പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് പറയാം, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയൂന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി, അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷമാണല്ലോ ചേച്ചിയുടെ കല്യാണം നടന്നത്. ചേച്ചിയുടെ ഭർത്താവിനെ അമ്മ തന്നെയാണ് കണ്ടുപിടിച്ചു കൊടുത്തത്. ചേട്ടനെ നീ കണ്ടിട്ടുണ്ടല്ലോ, അതീവ സുന്ദരനായ ഒരാളല്ലേ. അങ്ങേർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? ആ പ്രശ്നമൊന്നുമല്ല, അങ്ങയുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. അനിയനുമായിട്ട് അവിടെ കുറച്ചു നാൾ നിന്ന ശേഷം പിന്നീട് അവർക്ക് പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അവർ വാടക വീട്ടിൽ ആദ്യം പോയി. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ പറഞ്ഞു, മോനെ, നീ അവളെ വിളിച്ചോണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. അന്ന് ചേച്ചി ഗർഭിണിയായ സമയമാണ്. 1-2 മാസമായി കാണും, അത്രയേ ഉള്ളൂ. അങ്ങനെ അമ്മയുടെ പരിചരണം കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചിയും ഭർത്താവും കൂടി ഇവിടെ വന്നു. പിന്നെ ഏതാനും വർഷം അവർ ഇവിടെ ആയിരുന്നല്ലോ താമസം. പക്ഷേ മരുമകൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഭാവം അങ്ങ് മാറി. എൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്ന അമ്മ പിന്നീട് മരുമകൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. എനിക്ക് 2ാം സ്ഥാനം. എനിക്ക് മനസ്സിൽ നല്ല പ്രയാസമുണ്ടായിരുന്നു. എങ്കിലും വീട്ടിൽ അതിഥിയായി വന്ന ആളെയല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാനതിന് എതിരൊന്നും പറഞ്ഞില്ല. മകനും അമ്മായിമ്മയും തമ്മിൽ വല്ലാത്ത രീതിയിലങ്ങ് ബന്ധം. കാര്യം ഊട്ടുന്നു, ഉറക്കുന്നു, പുറകെ നടക്കുന്നു, രണ്ടുപേരും കൂടെ കളിതമാശകൾ പറയുന്നു. ചേച്ചി പോലും അവിടെ ഔട്ടായെന്ന് തോന്നുന്നു. ചേച്ചിക്ക് പിന്നെ ഗർഭകാലത്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഫുൾ ടൈം റൂമിൽ റെസ്റ്റിലാണ്. പക്ഷേ അതിനിടയ്ക്ക് ഇവരുടെ ബന്ധം അതിര് കടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തോന്നാൻ കാരണം എന്താ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി, ഒരു ദിവസം അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയും മരുമകനും തമ്മിലുള്ള ബന്ധമല്ല ഞാനവിടെ കണ്ടത്. പോപ്പോ ചില രംഗങ്ങൾ ഞാൻ കണ്ടു. ഉള്ളതാണോ? ഷൂ, എടി, നീ തോക്കിൽ കയറി വെടിവെക്കാതെ ഞാൻ ബാക്കി കഥകളൊന്ന് പറയട്ടെ. ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പോക്ക് വേറെയാണെന്ന്. അമ്മ കുഞ്ഞാടിൻ കുട്ടിയെ പോലെ തുള്ളിക്കൊതിക്കുന്നത് മരുമകനെ കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. മണിയെന്ന് മുട്ടാൻ വേണ്ടിയിട്ട് മണി കെട്ടി തുള്ളിച്ചാടുന്ന അമ്മയെയാണ് പിന്നീട് ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ ആദ്യം അത് മൈൻഡ് ചെയ്തില്ല. ഇതിവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അന്നേ ഞാൻ വാണിംഗ് ചെയ്യണമായിരുന്നു. നാണക്കേട് കൊണ്ടും സ്വതവേയുള്ള ഒരു നാണം കൊണ്ടും ഞാൻ പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ഞാൻ കണ്ടത് വേറെ രംഗമാണ്. അതും അർദ്ധരാത്രിക്ക്. ഞാൻ ഉറക്കത്തിലെന്തോ ശബ്ദം കേട്ട് ഇറങ്ങിപ്പോയതാണ് അടുക്കളയിലേക്ക്. അടുക്കളയിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. അമ്മ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് പോകില്ല, വയ്യാതെ കിടക്കായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ കണ്ടത് വേറൊന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ അടുക്കള പോലെ ഉണ്ടാക്കിയിട്ടില്ലേ, അതിനൊരു സ്ലാബുണ്ട്. ആ സ്ലാബിലായിരുന്നു മോളെ രണ്ടുപേരുടെയും മധുവിധു. ഇത്രയും പ്രായമുള്ള അമ്മ സർക്കസുകാരിയെ പോലെ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും
ഒരു അത്ഭുതമായിരുന്നു എൻ്റെ മനസ്സിൽ. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നോർത്ത്. എന്തായാലും രണ്ടുപേരെ ഞാൻ കൈയോടുകൂടി പിടികൂടി. ബഹളം ഉണ്ടാക്കാതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് പാടില്ല, ചേച്ചി അപ്പുറത്തെ മുറിയിലുണ്ട്, ഇത് തെറ്റായുള്ളൊരു ബന്ധമാണ്, ഒട്ടും പാടില്ല, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കള്ളക്കരച്ച് തുടങ്ങി. ഇല്ല ഇല്ല, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് മോന്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വാക്കും മിണ്ടുന്നില്ല. പിന്നീട് ഞാൻ അളിയനോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണമെന്ന്. എന്നിട്ടും അയാൾ പിടിച്ചിവിടെ 10 മാസം കൂടെ നിന്നു. അത് കഴിഞ്ഞ ശേഷം അവർ മാറി. എന്തിനാ മാറി നിന്നും ചേച്ചിക്ക് അറിയില്ല. എങ്കിലും പുള്ളിക്കാരൻ ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മയോട് ഞാൻ വാൺ ചെയ്തിരുന്നു, നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ലെന്ന്. ഈ അലമാരയൊക്കെ ചേച്ചിയും അങ്ങേരുമുള്ള മുറിയിലിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനത് ഇങ്ങോട്ട് മാറ്റിയതാണ്. എന്നിട്ട് അത് തുറന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ട്. അതിന് കൂട്ടത്തിൽ എൻ്റെ മറ്റു ഡോക്യുമെൻറ്റ്സും വസ്ത്രങ്ങളൊക്കെ കയറ്റി വെച്ചതാണ്. ഇത് അയാളുടെ തന്നെ പണിയാണ്. എനിക്ക് തോന്നുന്നത് അയാൾ വീട് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ വെച്ചതോ മറന്നു വെച്ചതോ വല്ലതും ആയിരിക്കാം. ഇത് കാണാതെ പോയെന്നാണല്ലോ അമ്മ പറഞ്ഞത്. കാണാതെ പോയതാണോ കണ്ടിട്ട് പോയതാണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഇവിടെ നടന്ന സംഭവം. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയോട് എനിക്കത്ര മതിപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഭർത്താവും അമ്മയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഏത് മകനാണെങ്കിലും ഇങ്ങനെ പെരുമാറുകയുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ തെറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ചേട്ടനും അമ്മയും തമ്മിൽ ഇപ്പോഴും ബന്ധം കാണുമോ? അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ തോന്നുന്നതും? ഭർത്താവ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ സ്ത്രീകൾക്ക് പലവിധ മെൻറ്റാലിറ്റിയാണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകൾ എപ്പോൾ എന്ത് കാണിക്കുമെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അമ്മ ഒരു കില്ലാടി തന്നെ, ചുമ്മാതല്ല ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഹസ്ബൻഡിന് തെറ്റായ രീതിയിലുള്ള ഒരു കുഴപ്പമില്ല. അതേപോലെ അമ്മായിയമ്മയ്ക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനം വന്നു. ദൈവമേ, ഈ തള്ള ഇനി പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം മകനോടാണെങ്കിലും അടുക്കും എന്നെനിക്കങ്ങ് തോന്നുകയാണ്. എനിക്കൊന്നാമത് സംശയമാണ് മാഡം, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. ഇവർക്ക് അടക്കമില്ലാത്തൊരു സ്ത്രീയാണ്. ഇവർ അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്നും അറിയില്ല. എന്തായാലും ഒരു ദിവസം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചു. അവരെന്താ ഇങ്ങോട്ട് ഫ്രീക്വൻ്റായിട്ട് വരാത്തത്, വല്ല ആഘോഷമുള്ളപ്പോൾ മാത്രം വരുന്നത് എന്നൊക്കെ ഞാൻ കീറ്റും കിഴിഞ്ഞും ഒക്കെ ചോദിച്ചു. അപ്പോൾ അമ്മായിമ്മ എടുത്തവർ എന്നോട് ചോദിച്ചു, എടി അവൻ നിന്നോട് എല്ലാം തലയണ മന്ത്രം ഓതി തന്നില്ലേ, അവനെന്താ കണ്ടേന്നും ഇവിടെ എന്താ ബന്ധമെന്നും ഒക്കെ, ഇനിയിപ്പോൾ നീ എന്തിനാണ് എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉള്ളതായിരുന്നു അമ്മേ, അങ്ങനെയുള്ള യഥാർത്ഥ കാര്യം നടന്നു, അമ്മയ്ക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന്. ഓ, എന്തോ ധൈര്യം വരാനാ, സ്ത്രീകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുരുഷന് ആവശ്യമുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങ് ചേരുക. അതിനിപ്പം ആരാണ് ഏതാണെന്ന് നോക്കേണ്ട കാര്യമില്ല. അവൻ എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ സമയത്തൊന്നും നോക്കാൻ പറ്റിയില്ല, അത് സംഭവിച്ചു പോയി. ഇതൊക്കെ കണ്ട് നിന്റെ കെട്ടിയോൻ സർവാംഗ സുന്ദരൻ അവനങ്ങ് സദാചാരവാദിയായിട്ട് അവനെ ഓടിച്ചു വിട്ടല്ലോ. അതോടുകൂടി അവരങ്ങ് പോയി. പലപ്പോഴും മാത്രം വരും, എന്ത് ചെയ്യാനാണെന്ന്. ചേട്ടൻ പോയതിൽ അമ്മയ്ക്ക് നല്ല വിഷമുണ്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ വിഷമില്ലാതിരിക്കുമോ? ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ ഇങ്ങനെ കുത്തി എന്നെ നോവിക്കേണ്ട കാര്യമില്ലെന്ന്. എന്നാലും അമ്മേ, എങ്ങനെയാണ് സ്വന്തം മകളുടെ ഭർത്താവുമായിട്ട് ഇങ്ങനൊരു ബന്ധം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മ പറഞ്ഞു, നീയും നിൻ്റെ ഭർത്താവും കൂടെ ബന്ധമുണ്ടാകുന്നത് എങ്ങനെയാണ്? അതുപോലെയുള്ളൂ, ഏതൊരാണിനും ഏതൊരു പെണ്ണിനും അങ്ങനെ തന്നെയാണ്. നീ കൂടുതൽ കിന്നരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പിന്നീട് ഞാൻ അമ്മയുടെ അടുത്ത് കൂടിയിട്ട് അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എന്നാലും അമ്മേ, അത് രസകരമായിരുന്നല്ലേ? അമ്മയ്ക്ക് ഭർത്താവില്ലാതായി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? അമ്മ അതെങ്ങനെ പിടിച്ചു നിർത്തി? പിന്നീട് ചേട്ടൻ വന്നപ്പോൾ എന്തായിരുന്നു? അമ്മയാണോ ആദ്യം തുടങ്ങിയത് അതോ ചേട്ടനാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ആദ്യം അമ്മ ഒന്നിനും മറുപടി പറഞ്ഞില്ല, എന്നെ ആട്ടിപ്പായിച്ചു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് അമ്മയുടെ വിരോധമൊന്നുമില്ല, ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് വിശദമായിട്ട് എല്ലാം പറയാൻ തുടങ്ങി. നല്ല സ്നേഹമുള്ള ഭർത്താവ് നമ്മളോട് സ്നേഹമായിട്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്കെല്ലാം കിട്ടുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും മിക്കവാറും സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ല. പക്ഷേ എല്ലാവർക്കും മോഹങ്ങളുണ്ട്. സ്ത്രീകളാകുമ്പോൾ അത് പുറത്ത് പറയാതെ അടക്കി വയ്ക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ. എൻ്റെ കാര്യത്തിലും ഞാൻ കുറേയൊക്കെ അടക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നത്. അവൻ വന്ന് ഒന്ന് കിള്ളി, ഒന്ന് നുള്ളി, അങ്ങനെ ഞാനും അവനിൽ വീണുപോയി. അവനൊത്തിരാണല്ലേ, നീ കണ്ടിട്ടില്ലേ അവനെ? എന്തൊരു സുന്ദരനാണ്, ഏത് പെണ്ണും ഓടിക്കേറി ചെല്ലില്ലേ എന്ന് പറഞ്ഞ പോലെ അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? എനിക്ക് വേണ്ടേ മോളെ ഒരു പെരുമഴ
എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണം അമ്മേ, അമ്മ പെയ്ത് നന്നായി നനഞ്ഞല്ലോ. എന്തായാലും ചേട്ടൻ കണ്ടുപിടിച്ചതുകൊണ്ട് അമ്മയുടെ എല്ലാ പെരുമഴയും അങ്ങ് നിന്ന് പോയെന്നും. എന്തോ പറയാനാണ്, ഓരോരുത്തർക്കും ശത്രുവായിട്ട് സ്വന്തം മക്കൾ തന്നെ വന്ന് ജനിക്കുമെന്ന് പറഞ്ഞു കേട്ടുള്ളൂ. ഈ വീട്ടിൽ അതാ നടന്നതെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അല്ലമ്മേ, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ നല്ല ടേംസിലാണ്. ഞാൻ ചിലപ്പോൾ ഒരാളെ കണ്ടുപിടിക്കുകയാണ്, ഭർത്താവിനേക്കാൾ ബെറ്റർ. അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ അടിപിടി നോക്കി. എടി, നിനക്ക് ആരെങ്കിലും ഉണ്ടോ? നിനക്ക് പഴയ കാമുകന്മാർ വല്ലതും ഉണ്ടായിരുന്നോ? അവർ നീയുമായിട്ട് പണ്ടേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? എൻ്റെ മോനേക്കാൾ നല്ല അനുഭവമായിട്ട് അത് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു മോളെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ആ കാലമാടിന് അറിയാതെ വേണം നീ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ. അവനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ സദാചാരം പറഞ്ഞ് അവൻ തലേ കുത്തി നിന്ന് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയും. അവസാനം നീ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കേണ്ടി വരും നിയമ സംവിധാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞമ്മ അങ്ങനല്ല ഞാൻ ചോദിച്ചത്, അമ്മയ്ക്ക് എന്തായിരിക്കും ആറ്റിറ്റ്യൂഡെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എനിക്കൊരു കുഴപ്പമില്ല. നിൻ്റെ ആഗ്രഹത്തിന് നീ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുകയുമില്ല, എന്നാൽ നിന്നെ നിരുത്സാഹപ്പെടുത്തുകയുമില്ല. ഞാനാണെങ്കിൽ ഒന്നും അറിയാതെ പോലെ ന്യൂട്രായിട്ടങ്ങ് നിൽക്കുമെന്ന് അമ്മായിമ്മ പറഞ്ഞു. അമ്മ എന്നാലും മിടുക്കി തന്നെ. എന്താടി, നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചു. അയ്യോ, എനിക്കാരുമില്ലേ, എൻ്റെ ഹസ്ബൻഡിന് തന്നെ എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, നല്ല കാര്യം. എനിക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് മോളെ. ഒരു ചെക്കനിലടി എൻ്റെ പുറകെ അങ്ങ് നടക്കുക. ഏത് ചെക്കൻ? ചെക്കൻ എന്ന് പറഞ്ഞാൽ അവന് 25 വയസ്സുണ്ടടി. അവനാണെങ്കിൽ എൻ്റെ പുറകെ അങ്ങ് നടക്കുക. എത്ര നാളായിട്ട് അവൻ ചോദിക്കുകയാണ് ഒരവസരമുണ്ടോ, ഒരവസരമുണ്ടോ എന്ന്. ആ ചെക്കനാണെങ്കിൽ ഹോട്ടലിലോ ലോഡ്ജിലോ ഒക്കെ എന്നെ കൊണ്ടുപോകാൻ പേടിയാണ്. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യാനുള്ളത്? എൻ്റെ മകനാണെങ്കിൽ വലിയ പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ആ ചെക്കനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും. ഏതാ ചെക്കൻ? നീ കണ്ടിട്ടില്ല, നിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ആ ചെക്കനെ അമ്മ കാണിച്ചു തന്നു. കൊള്ളാം, അമ്മയുടെ സെലക്ഷൻ സൂപ്പർ. സെലക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ ചെക്കൻ അമ്മയുടെ പുറകെ നടക്കുകയല്ലേ. അമ്മ ഇപ്പോഴും സുന്ദരിയാണ്, അതുകൊണ്ടല്ലേ ഈ ചെക്കൻ പുറകെ നടക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഹരമായി. ഞാൻ പറഞ്ഞ അമ്മേ, അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അമ്മ ധൈര്യമായിട്ട് ആ ചെക്കനെ വിളിച്ചു. എടി, നീ ഉള്ളതാണോ പറഞ്ഞത്? രാത്രി എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ടിട്ട് അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ശബ്ദം കേൾക്കാതെ അമ്മയ്ക്കൊന്നും പറ്റില്ലേ? പണ്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചട്ടിയും കലവും മറിച്ചിട്ടുണ്ടല്ലേ അവിടെ എൻ്റെ ചേട്ടൻ വന്നത്? അല്ലെങ്കിൽ വരുമായിരുന്നോ? സ്വസ്ഥമായിട്ടും രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ അമ്മയ്ക്ക് അറിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി, ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടും, തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കില്ലേ? എൻ്റെ ഭർത്താവ് ഉള്ളപ്പോഴും എന്നോട് പറയുമായിരുന്നു, എടി, ശബ്ദമുണ്ടാക്കണമെന്ന്. അതെനിക്ക് ശീലമായി പോയെന്നും. ഞാൻ പറഞ്ഞ് ശീലമായി, എങ്കിലും അമ്മ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ടെറസിൽ പോ, എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ മുകളിലെങ്ങാനും പോയിക്കോ, അവനെ വിളിച്ചു വരുത്ത്. എന്നിട്ട് മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയയിലോ സ്റ്റോർ റൂമിലോ എവിടെയെങ്കിലും ആയിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ ഹസ്ബൻഡ് കേൾക്കരുത്, അത്രയേ ഉള്ളൂ. നിൻ്റെ ഹസ്ബൻഡോ? എൻ്റെ മോനല്ലേ അവൻ. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അമ്മയുടെ മോനെ ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മയുടെ ഇഷ്ടത്തിൽ നിന്നോ, ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, അമ്മ എങ്ങനെയെങ്കിലും ചെക്കനെ വിളിച്ചു വരുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മായിയമ്മ ആ ബന്ധം തുടങ്ങിയത്. ആ ചെക്കൻ ആദ്യമൊക്കെ മതിൽ ചാടി വന്നു. മുറ്റത്ത് വെച്ചായിരുന്നു അവരുടെ സർക്കസ് അഭ്യാസങ്ങൾ ആദ്യം. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് അടുക്കളയിലും സ്റ്റോർ റൂമിലും അവിടെ ഇവിടെയൊക്കെയായി. കാരണം അമ്മായിയമ്മയുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അവിടെ ആകുമ്പോൾ ശബ്ദം കേൾക്കും. കാര്യങ്ങൾ മുറ പോലെ നടന്നു. അമ്മായിയമ്മ എന്നോട് വർണ്ണിക്കും രാവിലെ ആകുമ്പോൾ, എടി, ഇന്നലെ അവൻ വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ പോയത്, ഇന്നലെ വന്നപ്പോൾ 4 മണിക്കൂറായി. എടി, അവൻ പറയുക ഞാൻ പോവുകയില്ലെന്ന്, ചെക്കന് പോകാൻ മടി. അങ്ങനെ ഓരോ ദിവസവും അമ്മ വർണ്ണിച്ച് ഓരോന്ന് പറയും. ഇടയ്ക്ക് അവൻ്റെ കരുത്തുകളെ അമ്മായിയമ്മ അംഗ്യപ്രത്യംഗം വർണ്ണിക്കും. അതേപോലെ അവൻ അമ്മായിയമ്മയെ പുകഴ്ത്തിയതും ചേർത്ത് പറയും. ഇതൊക്കെ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്ന് വെച്ച് ആ ചെക്കനോട് എനിക്ക് താല്പര്യം തോന്നിയില്ല. കാര്യം ആ ചെക്കനേക്കാൾ ഒരു 2 മടങ്ങ് നല്ലതാണ് എൻ്റെ ഹസ്ബൻഡ്. എനിക്കത് പ്രശ്നമൊന്നുമില്ല, എങ്കിലും കഥകളൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമായിരുന്നു. അമ്മായിയമ്മയെ സപ്പോർട്ട് ചെയ്യാനും. കാര്യം അമ്മായിയമ്മ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ മാഡം. എല്ലാം സ്മൂത്തായി ഒത്തിരി നാൾ മുന്നോട്ട് പോയി മാഡം, ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 1.5 മാസമായി കാണും. ഒരു ദിവസം രാത്രി വലിയൊരു ബഹളം കേട്ടു. ഞാൻ നോക്കുമ്പോൾ ഭർത്താവ് അടുത്തില്ല.
ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് അമ്മയും ആ ചെക്കനെയും കൂടെ എൻ്റെ ഭർത്താവ് പിടിച്ചു. ഇങ്ങേർക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഉറക്കമൊന്നുമില്ലേ? എങ്ങനെയാണ് ഇയാൾ മണത്ത് കണ്ടുപിടിക്കുന്നത്? ഞാൻ ഓർത്തു. ഭയങ്കര ബഹളമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭർത്താവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ഇത് നാണക്കേടാണ്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ആ ചെക്കനെ വെറുതെ വിടൂ. നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് ഭർത്താവൊന്നുമില്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ആ ഗ്യാപ്പിൽ ആ ചെക്കൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മകനും കൂടെ വലിയ വഴക്കുണ്ടായി. ആ സമയത്ത് ഞാനൊന്നും മിണ്ടിയില്ല. അമ്മയെ ഒത്തിരി കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പെണ്ണിൻ്റെ മനസ്സിലാക്കണം. അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം തോന്നി. അമ്മ ഇനി നിങ്ങൾ കെട്ടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ വരികയോ പോവുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. നിങ്ങൾ വെറുതെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടാക്കരുത്. അമ്മയുടെ ഇഷ്ടത്തിന് വിട് എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അമ്മയും ഞാനും കൂടാണ് ആ ചെക്കനെ വിളിച്ചു വരുത്തിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ചെക്കനുമായിട്ട് ബന്ധത്തിലാണ്. അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഒരു കാമുകനാണ്. ഞാൻ ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നോട് വഴക്കാണ്. കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഒന്ന് വന്നിരിക്കാറ് പോലുമില്ല മാഡം. അദ്ദേഹം കട്ടിലൊക്കെ നീക്കിയിട്ട് വേറൊരിടത്താണ് കിടക്കുന്നത്. പുറത്തറിയാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം അഭിമാനിയാണ്. പക്ഷേ സ്നേഹമോ പരിചരണമോ ഒന്നും കിട്ടുന്നുമില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല. മകൻ ഉടക്കിയാലും അമ്മയ്ക്ക് പ്രശ്നമില്ല. അമ്മയും തിരിച്ചുടക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പുള്ളിക്കാരൻ അത് കേൾക്കുന്നില്ല മാഡം. ഇപ്പോൾ എനിക്കത് പൊല്ലാപ്പായതുപോലെ തോന്നുകയാണ്. എന്താണ് ചെയ്യേണ്ടത് മാഡം? എൻ്റെ ഭർത്താവിൻ്റെ പഴയ സ്നേഹം തിരിച്ചു കിട്ടാൻ ഞാനിനി എന്തൊക്കെ പറയണം, എന്ത് ചെയ്യണം? ഈ കഥയിൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഒരു കാരണമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മായിമ്മ പറയുന്നുണ്ട്, നിങ്ങൾ വേറൊരുത്തിനുമായിട്ട് ബന്ധത്തിലാകുകയാണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മ അവിടെയും നിൽക്കില്ല ഇവിടെയും നിൽക്കില്ല, ന്യൂട്രലായിട്ട് നിൽക്കുമെന്ന്. ഒരു കാര്യത്തിൽ ഇടപെടില്ല. അപ്പോൾ ഇത് രാത്രി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അമ്മായിമ്മയുടെ സൈഡിൽ ചേർന്ന് നിന്നപ്പോഴും വാദിച്ചപ്പോഴുമാണ് നിങ്ങളുടെ ഭർത്താവിന് സംശയം തോന്നിയത്. എല്ലാവർക്കും പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതിനാണ് അദ്ദേഹം പിണങ്ങിയിരിക്കുന്നത്. മക്കൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഷോക്കായിരിക്കും. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുക. അദ്ദേഹത്തോട് ഇപ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ ഉടക്കാനോ വഴക്കുണ്ടാക്കാനോ ചൊറിയാനോ ഒന്നും പോകണ്ട. ശാന്തയാകുക. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമലായിട്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക. മറ്റു കാര്യങ്ങളും അടുപ്പമൊന്നും ഇപ്പോൾ ഉണ്ടായില്ലെങ്കിലും നിങ്ങളതിൽ ഒരു പരിഭവം കാണിക്കരുത്. വളരെ കാമായിട്ടിരിക്കുക. ആ സമയത്ത് ഹസ്ബൻഡ് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പറയാം, എനിക്കാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്കൊരു ജീവിതമാണെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കുന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് ശാന്തമായിട്ട് പറയുക. അങ്ങനെയാകുമ്പോൾ എത്ര നാൾ പിടിച്ച് നിൽക്കും? കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വരും. ആ സമയത്ത് പറയണം, വലിയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയും. പണ്ടൊരു സംഭവം ഉണ്ടായി, അത് ആരും അറിയാതെ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ നിങ്ങൾ കിടന്ന് വലിയ ബഹളമായി കഴിഞ്ഞാൽ ആർക്കാ നാണക്കേട്? എൻ്റെ വീട്ടുകാർക്കുണ്ടാകുന്നതിനേക്കാൾ നാണക്കേട് നിങ്ങൾക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അമ്മ കിടന്ന് അലറി, നിങ്ങളും അലറി, പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അമ്മ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല ഇഷ്ടങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അത് രഹസ്യമായിട്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പുറത്തറിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാനങ്ങനെ പ്രതികരിച്ചത്. നിങ്ങളോട് എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിന് പേരിൽ നമ്മൾ രണ്ടും കൂടെ പെടാൻ കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയുള്ളൂ. എനിക്ക് ആരുമായിട്ട് ബന്ധമില്ല, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമായിട്ട് ബന്ധം ഉണ്ടാക്കണമെന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്നും പറയുക. അങ്ങനെ പതുക്കെ ഹസ്ബൻഡ് വരുതിയിൽ വരും. എവിടെ പോകാനാണ്? എങ്ങും പോകില്ല. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് ശാന്തമായി ഒന്ന് നിൽക്കുക. നല്ല രീതിയിൽ ട്രിക്കോടുകൂടി പെരുമാറുക. അയാളെ വഴി കൊണ്ടുവരിക. പിന്നെ അമ്മായിമ്മയുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒരഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ കാണിച്ചോട്ടെ. അത് നിങ്ങൾ ഇടപെടാതിരിക്കുക. അല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല. കാര്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം വേറെ ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് അമ്മായിമ്മയെ നിങ്ങൾക്ക് ന്യൂട്രലായിട്ട് ഓക്കെ എന്നുള്ള രീതിയിലല്ലാതെ കൂടുതൽ സപ്പോർട്ടീവായിട്ട് പോകേണ്ട കാര്യമില്ല. അമ്മായിമ്മയ്ക്ക് അമ്മയുടെ കാര്യമുണ്ട്. അത് മകനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരാണ്. നിങ്ങളല്ലോ അവർക്ക് വേണ്ടി വാദിക്കേണ്ടത്. അപ്പോൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ കഞ്ഞി മണ്ണ് വാരിയിടാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ഭർത്താവുമായിട്ട് ഒത്തുപോകുക. അമ്മായിമ്മയുടെ ജീവിതം അവർ ഏതെങ്കിലും മുള്ളുവേലി ചാടിക്കിടക്കട്ടെ. നിങ്ങൾക്ക് എന്താ എത്ര പ്രോത്സാഹനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ.